ആ നോക്കൂ വിജിത, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് വളരെ ഭംഗിയായിട്ട് ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു. അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നും ഗ്രാജ്വലി ഡെവലപ്പ് ആവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ടോക്സിക് മാറ്റിയിട്ട് ഒരു നല്ല ലവ്, പ്രേമം, പ്രണയം, അത് എങ്ങനെ നമ്മള് അറിയും, മനസ്സിലാക്കും, അതിങ്ങനെ പൂക്കും, അതിനെ പറ്റിയൊക്കെ പറഞ്ഞുതരുമോ? നല്ല രസമുള്ള ചോദ്യം അല്ലെ? അത് പറയുമ്പോ തന്നെ ഒരു ഉള്ളിലൊരു സ്നേഹം. വന്നു. അതാണ് പ്രണയം. ഉം. നമ്മൾക്ക് അതിനെക്കുറിച്ച് പറയുമ്പോ തന്നെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് വരണം. ആ പ്രണയത്തെക്കുറിച്ച്, ആ പ്രണയിക്കുന്ന ആളും ആയിട്ട് ആലോചിക്കുമ്പോൾ ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടാവരുത്. ഓക്കെ. ക്ലിയർ. അത് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഇവിടെ കവിളൊക്കെ തിളങ്ങി, കണ്ണൊക്കെ വികസിച്ചു, ആ ഒരു സന്തോഷം ഉണ്ടാ മുഖത്ത്. അതാണ് ശരിക്കും നമുക്ക് പ്രണയിക്കുമ്പോ വേണ്ടത്. ആക്ച്വലി പ്രണയിക്കുമ്പോ നിന്റെ സ്പേസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യും, എന്റെ സ്പേസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യും. നീ എന്തായിരുന്നോ നീ, അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതിനെ കാലാകാലങ്ങളോളം എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം, ഒരു മാറ്റവും കൂടാതെ. അൺലെസ് നിങ്ങൾ മാറുവാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിൽ. ഞാൻ എന്താണോ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം. എന്റെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റാതെ നിങ്ങളെ നിങ്ങളായി തന്നെ എനിക്ക് പ്രണയിക്കാൻ പറ്റണം. ചില സമയത്ത് ഞാൻ എന്നോട് മാത്രമായി പ്രണയം നിലനിർത്താനും പറ്റണം. അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അവരുടെ ലോകത്ത് ചില സമയത്ത് ഒറ്റയ്ക്കായി പോവും. അവരിരുന്നോട്ടെ. പക്ഷെ വൺസ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു വരുമ്പോ നമ്മളാണ്. വേറൊരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലോകമുണ്ട്. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണ്. അതിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റണം. അവിടെ നിങ്ങൾക്ക് വേറെ സൗഹൃദങ്ങളുണ്ട്, വേറെ ബെസ്റ്റീസ് ഉണ്ട്. കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് വേറെ ബെസ്റ്റീസ് ഉണ്ട്, കസിൻസ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. പക്ഷെ വൺസ് നമ്മൾ പ്രണയിക്കുന്ന, അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും, കാമുകി, കാമുകൻ എന്ന് എന്ത് വിളിച്ചാലും, അവിടെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് സെൽഫ് റെസ്പെക്ട് വേണം. അതുപോലെ തന്നെ അവരെന്താന്ന് മനസ്സിലാക്കണം, ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റണം. അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടാവരുത്. പിന്നെ പ്രണയത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു നിമിഷം എനിക്കിത് പറ്റുന്നില്ല, നമുക്കിവിടെ നിർത്താം എന്ന് പറയുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു പ്രണയത്തിൽ യെസ് ഓർ നോ. യെസ് പറഞ്ഞാൽ കുറെ കാലം നമ്മൾ പ്രണയിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടോ, നമ്മുടെ ബാക്കിയുള്ള റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടോ, നമ്മുടെ ജോലി, പഠനം, ഇതിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോ നമുക്ക് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു സെമി കോളൻ എങ്കിലും ഇട്ടിട്ട് ഇപ്പൊ നോ എന്ന് പറയുമ്പോ അത് തേച്ചിട്ട് പോയി ബ്രേക്കപ്പ് ആയി എന്നല്ല. യെസ്, അത് ഭയങ്കര എന്താ പറയാ, നല്ല രീതിയിൽ എടുത്തിട്ട് അതിന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്രണയം. നോ പറഞ്ഞതോടുകൂടി ആ സ്നേഹം മുഴുവനും പോയി വൈരാഗ്യമായിട്ട് അത് മാറിയ കൊറേ കേസസ് കൊലപാതകം, കത്തിക്കുക, അപ്പൊ അതിന് പ്രണയമല്ല. അപ്പൊ അത്രയും കാലം ഉണ്ടായിരുന്നത് പ്രണയമല്ല. അല്ല, അവിടെ ഒരു പൊസസീവ്നെസ് ഉണ്ട്, വിട്ടുകൊടുക്കാൻ പറ്റാത്ത മനസ്സുണ്ട്, അടിമത്തം, അത് അടിമപ്പെടുത്തി വെക്കാനുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. നോ പറയുന്നതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പ്രണയം. ഓക്കെ. അപ്പോ 23, 22 വയസ്സ് വരെ ഇമോഷണൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പോരായ്മകളെ കാണാൻ പറ്റില്ല. അപ്പൊ പഞ്ചാര മാത്രമേ ഉള്ളൂ, നല്ലത് മാത്രമേ ഉള്ളൂ. ഈ 10 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡേ 1 മുതൽ പ്രശ്നങ്ങളാ. എന്താ വെച്ചാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായി, എന്റെ ആയി, അധികാരമായി, എന്റെ മാത്രമായി. അപ്പൊ നമ്മൾ അവിടെ പോരായ്മകൾ കണ്ടു തുടങ്ങും. അപ്പൊ അത് ഇത്രയും കാലം ഉണ്ടായിരുന്നത് പ്രണയമല്ല, ഒരു ഇമോഷണലി നമ്മൾ എന്തോ ഒരു വികാരത്തിന്റെ പുറത്തുള്ള ഇഷ്ടങ്ങൾ മാത്രമാണ്, ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം മാത്രം. അത് പ്രണയമല്ല. വിട്ടുകൊടുക്കലുകളും ചേർത്ത് പിടിക്കലുകളും അൺകണ്ടീഷണൽ ആയിരിക്കണം. നീ ഇങ്ങനെ ചെയ്താലേ പ്രണയമുള്ളൂ, നീ ഇങ്ങനെ വന്നാലേ പ്രണയമുള്ളൂ, നീ എന്റെ കൂടെ കിടന്നാലേ പ്രണയമുള്ളൂ. ഇത് പ്രണയമല്ല. ലവ് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു പൊരുത്തമാണ്. ഇതിന് നേരെ വിപരീതമാണ് ലെസ്റ്റ്. വിചാരിച്ചൊരു പോയിന്റ് പറയൂ. ആ ലെസ്റ്റ് എന്ന് പറയുമ്പോ ശാരീരികമായിട്ടുള്ള നീഡാണ്. അത് അതിലൊരു പ്രണയമില്ല, ഒരു നീഡ് ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ചിലപ്പോ കുഞ്ഞുങ്ങള് അറിയാതെ ഒരു ഉമ്മ തരുമോന്ന് ചോദിക്കുമ്പോ ഇവിടെ ഒരു ഉമ്മ, ഇവിടെ അല്ലേ, കുഴപ്പമില്ല, ആരും അറിയില്ല. പിന്നെ അതിന്റെ രീതികൾ മാറും, പിന്നെ അത് ഫിസിക്കൽ നീഡായിട്ട് മാറും, ഒരു ഇമോഷണൽ നീഡല്ല. അതിലാണ് അപകടങ്ങളുള്ളത്. മറ്റേതൊരു ചെറിയ ഇഷ്ടം, ഒരു ക്രഷ്, ഒരു അട്രാക്ഷൻ, കുറച്ച് ഒരു സിപ്പപ്പ് വാങ്ങിക്കാൻ ഒരു കൂട്ട്, ഒരു കുറച്ചു നേരം പഞ്ചാര അടിക്കാൻ ഒരു കൂട്ട്, ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകാൻ ഒരു കൂട്ട്. ഇതാണ് കൗമാരത്തിലുള്ള പ്രണയം. അതോടുകൂടി ചിലത് വളരും, ചിലത് ഇല്ലാതെയാവും. പക്ഷെ ലെസ്റ്റ് എന്ന് പറയുന്നത് തുടക്കത്തിലെ
ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പൊ തന്നെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ തുടങ്ങും. അത് തിരിച്ചറിയാൻ പറ്റണം. അതിപ്പോ ഇനി മുതിർന്ന ആളുകളാണെങ്കിലും നമ്മൾ നല്ലൊരു ഇമോഷണൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മറ്റേ ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പ്രണയമാണോ ലെസ്റ്റ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റണം. പലപ്പോഴും ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ആളുകളാണ് മറ്റേതിലേക്കൊക്കെ പോയി പെടുന്നത്, ലെസ്റ്റിലേക്കൊക്കെ പോയി ചിലപ്പോൾ പെടാൻ സാധ്യത കൂടുതൽ. അപ്പൊ പ്രണയം വേർതിരിച്ചറിയാൻ തന്നെ പറ്റണം. അതിലെല്ലാ വരും വരായകളും ഉണ്ട്, അതിൽ നോ പറച്ചിലുകളുണ്ട്, മാറ്റി നിർത്തലുകൾ ഉണ്ടാവും. അവരുടെ പേഴ്സണൽ സ്പേസ് അവർ എൻജോയ് ചെയ്യും. നീ എന്നോട് പിണങ്ങിയിട്ട് നീ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു, അവരുടെ കൂടെ എൻജോയ് ചെയ്തു. ഞാൻ ഇവിടെ ഇരിക്കുന്നത് നീ മനസ്സിലാക്കുന്നില്ല, അപ്പൊ നിനക്ക് എന്നോട് പ്രണയമില്ല. ഇതല്ലല്ലോ പ്രണയം എന്ന് പറയുമ്പോ. യെസ്, നമ്മൾ രണ്ടാളും പ്രണയിക്കുന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ പഠനമുണ്ട്, എന്റെ ജോലിയുണ്ട്, എന്റെ വേറെ കാര്യങ്ങളുണ്ട്. അവിടെയും ഇടിച്ചു കയറി വന്ന് എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് പ്രണയമാണ് അല്ല. ഈ ഹാപ്പിനെസ് പറഞ്ഞില്ലേ, നമ്മൾ പ്രണയിക്കുമ്പോ അല്ലെങ്കിൽ വെൻ വി ആർ ഇൻ ലവ് ഒരു നല്ല ഹാപ്പി ഹോർമോൺ വരും. അതിനെപ്പറ്റി എന്താ, ഈ ഹോർമോൺ എങ്ങനെ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വിച്ച് ഇസ് ദ പെർട്ടിക്കുലർ വൺ? അത് അടിപൊളി. ഈ ഹാപ്പി ഹോർമോൺസ് ഇപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതെ, അതായത് ഈ പ്രണയത്തിൽ തന്നെ ഇപ്പൊ പ്രണയം എങ്ങനെ നല്ലതാണെന്ന് തിരിച്ചറിയുമ്പോ അതിൽ കുറച്ചും കൂടി പണ്ട് ഞാൻ അതിലേക്ക് വരാം. പ്രണയം എപ്പോഴും പഠനത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചാണ്. നമ്മുടെ പാരന്റ്സിന്റെ കൺസേൺ, അയ്യോ കുട്ടി 16 ഇനി വല്ലവരുടെ ഇഷ്ടമുണ്ടോ എന്ന് കൺസേൺ ഉള്ള ഒരുപാട് കുട്ടിക്ക് പെട്ടുപോയോ. ഇൻസ്റ്റന്റ് പ്രണയം, ഇൻസ്റ്റാ പ്രണയം, ഇൻസ്റ്റന്റ് പ്രണയം എന്നാണ് ഞാൻ ഇൻസ്റ്റേനെ വിളിക്കുക. അതായത് കണ്ടു, അല്ല മെസ്സേജ് വിത്തിൻ 1 വീക്ക് ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു, നീ സൂപ്പർ ആണെന്ന് പറഞ്ഞു, ഐ ലവ് യു പറഞ്ഞു, ഫോട്ടോ അയക്കാൻ പറഞ്ഞു, വീഡിയോ അയക്കാൻ പറഞ്ഞു, പിന്നെ ഡ്രസ് ഇല്ലാത്ത ന്യൂഡ് ഫോട്ടോ അയക്കാൻ പറയുന്നു, പിന്നെ ബ്ലാക്ക് മെയിലിംഗ്. വിത്തിൻ 3 months എവരിത്തിങ്. അത് ഇൻസ്റ്റന്റ് ആണ്. അതിനൊരു കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. ക്ലിയർ. ഈ അടുത്ത് കിടക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പ്രണയിച്ച വലിയ പ്രശ്നമില്ല, നമ്മുടെ കണ്ണിലുണ്ട് അവര്. പക്ഷെ എവിടെയോ കിടക്കുന്ന ആളുകളാണ്. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രണയം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ വളരാൻ സഹായിക്കുന്നതായിരിക്കണം, നമ്മുടെ പഠനത്തെ എൻഹാൻസ് ചെയ്യാൻ സംഭവിക്കുന്നതായിരിക്കണം, നമ്മുടെ അതുവരെയുള്ള റിലേഷൻഷിപ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. നമ്മൾ കുറെ കൂടി നന്നായിട്ട് നമ്മുടെ റിലേഷൻഷിപ്സ് കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനും നിങ്ങളും പ്രണയിക്കുകയെന്ന് വിചാരിക്കുക, നമ്മുടെ കൂടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഐ മീൻ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ. അപ്പൊ നമ്മുടെ അനിയന്റെ അടുത്ത് അടി കൂടിയിട്ടുണ്ടാവും, അത്രയും കാലം ഹോംവർക്ക് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടാവും, ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടാവും, ഒപ്പം അമ്മേനെ അടുക്കളയിൽ സഹായിക്കും, അടി കൂടും, ചേച്ചിയുമായിട്ട് റിമോട്ടിന് അടി കൂടും, കൊടുക്കില്ല, തലമണ്ട തല്ലിപ്പൊട്ടിക്കുന്ന അവസ്ഥ എത്തും, പൂരത്തിന് പോവും, വേലയ്ക്ക് പോവും, കല്യാണത്തിന് പോവും. വി ആർ എൻജോയിങ് ദ ലൈഫ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ്. വൺസ് ഈ ഒരാള് വന്നതോടുകൂടി അനിയൻ ഹോംവർക്ക് ചെയ്യാൻ വിളിച്ച, ഇത്ര വലുതായില്ലേ, നീ പോയി പഠിക്കുന്ന ഒറ്റയ്ക്ക് ചെയ്യും. ചേച്ചി റിമോട്ട് ചോദിച്ചാൽ വേഗം കൊടുക്കുന്ന, ചേച്ചി എടുത്ത് എനിക്ക് പഠിക്കാനുണ്ട്. ആൻഡ് വി ആർ സ്പെൻഡിങ് എലോൺ. നമ്മൾ ആ റൂമിൽ നമ്മുടെ പ്രണയത്തിൽ ഇങ്ങനെ ഭ്രമിച്ചിരിക്കും. അമ്മയെ സഹായിക്കില്ല, അച്ഛൻ വിളിച്ചാൽ പോകത്തില്ല, പൂരത്തിന് വേലയ്ക്കിന് പോകുമ്പോ നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നാലെ വരാം, ഞാൻ കല്യാണത്തിന് വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവരിൽ നിന്നൊക്കെ അകന്നകന്ന് ഈ ആളിലേക്ക് മാത്രം ചുരുങ്ങുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല, അതൊരു ട്രാപ്പാണ്. ആൻഡ് ഇനി നമ്മള് എന്താ പറയാ, ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞിട്ട് നോ പറയുമ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും പ്രണയം. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ ഫുൾ A+ വാങ്ങിച്ചു, അല്ലെങ്കിൽ A വാങ്ങിച്ചു, നല്ല പഠിച്ചുകൊണ്ടിരുന്ന ജോലി ചെയ്തിരുന്ന ആള് താഴോട്ട് പോയി, നന്നായി സംസാരിച്ചിരുന്ന ആള് താഴോട്ട് പോയി, ബെസ്റ്റീസിന്റെ കൂടെ കറങ്ങാൻ പോകുന്നില്ല, ഫ്രണ്ടിന്റെ കൂടെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ നമ്മുടെ മനസ്സ് പറയാണ്, ഇയാൾ എനിക്ക് ഇഷ്ടമാണല്ലോ, പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ടൊരു സ്റ്റോപ്പ് ഇടാൻ പറ്റും, ഒരു കരാർ. ഇപ്പൊ നമുക്ക് നിർത്താം, നമുക്ക് ഫോക്കസ് ചെയ്യാം, പഠിക്കാം, ജോലി കിട്ടാം. അപ്പൊ നമ്മൾ കുറെ ആളുകളായിട്ട് മാറി മാറിപ്പോവും. അപ്പോഴും 24-ാമത്തെ വയസ്സില് നേരത്തെ പറഞ്ഞു പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഇത് വളർന്ന് കുട്ടപ്പനായി കുട്ടപ്പിയായിട്ട് അവിടെ ഇരിക്കും. അപ്പൊ നമ്മൾ 24-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഭൂമി ചുറ്റിയതുകൊണ്ട് നടന്ന് അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോ ഈ മനുഷ്യൻ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, കണ്ണുകളിലേക്ക് നോക്കിയാൽ, ഒരു വാക്കുപോലും പറയാതെ നിങ്ങൾക്ക് അയാളുടെ കണ്ണിൽ നിന്ന് പ്രണയം വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിനെ നമുക്ക് പ്രണയം എന്ന് പറയാം. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. 24-ാമത്തെ വയസ്സിൽ അവിടെ നിൽക്കുമ്പോ യെസ് ഷീസ് ഓർ ഷീസ് മൈ എന്ന് നമുക്ക് തോന്നുന്നു, ആ പ്രണയം അപ്പോഴും അയാളുടെ കണ്ണിലുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് കല്യാണം കഴിച്ചോന്നു. അപ്പോഴും കണ്ടീഷനിൽ അയാൾ വേറെ കെട്ടാൻ പാടില്ല.
അല്ലെങ്കിൽ വേറെ പ്രണയത്തിലാവാൻ പാടില്ല. പാടില്ല. അതാണ്. അപ്പൊ പക്ഷെ ആ സമയത്ത് അപ്പോഴും നമുക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് പ്രണയം. ബാക്കിയൊക്കെ ഇഷ്ടമാണ്. ഇല്ല, നമ്മൾ ഐസ്ക്രീം കടയിൽ പോയി കഴിഞ്ഞാല് കൊറേ ഐസ്ക്രീം ഉണ്ട്. ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപു. അപ്പൊ ഞാൻ വന്നിരുന്ന് വേറെ ഐസ്ക്രീം കഴിക്കുക. അപ്പൊ ഗോപിക്ക് തോന്നാണ്, ഷോ അത് വേണ്ടായിരുന്നു, ഇതായിരുന്നു നല്ല, അവൾ എത്ര ആസ്വദിച്ചാ കഴിക്കണം, അത് മതിയായിരുന്നു എന്ന് തോന്നും. നാളെ വന്ന് ഇത് കഴിക്കും. അപ്പോഴാണ് രഞ്ജു വേറെ ഐസ്ക്രീം ഫ്ലേവർ കഴിക്കുന്നത്. അപ്പൊ തോന്നുന്നു ദിസ് ഇസ് ആ ഇഷ്ടം മാറി മാറി വരും ഈ പ്രായത്തില്. അപ്പൊ ഇവിടെ സ്റ്റക്കായി പോവുകയും ചെയ്തു, അങ്ങോട്ട് പോവാനും പറ്റുന്നില്ല, ആകെ കൺഫ്യൂഷനായി. ഈ തേച്ചിട്ട് പോയിന്ന് ഒരു പേരും വരും, ആകെ കൂടെ നമ്മള് കോൺഫ്ലിക്റ്റിലേക്ക് പോകും. പിന്നെ ഈ കൗമാരത്തിലെ പ്രണയത്തിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, എപ്പ തല്ല് കിട്ടുന്ന അറിയും വീട്ടിന്ന്. മനസ്സിലായോ? അല്ലെ, കുട്ടികൾക്ക് ടെൻഷനാണ് പിടിക്കപ്പെടുമോ എന്നുള്ളത്. അതുപോലെ ബാഗ് ചെക്ക് ചെയ്യോ എന്നുള്ള ടെൻഷൻ, ഫോൺ ഇഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടെൻഷൻ, മൊത്തം ടെൻഷനാ. പിന്നെ വേറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പറ്റില്ല, ക്യാമ്പസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഈ ആളിലേക്ക് അങ്ങ് ചുരുങ്ങി. അതൊരു പ്രശ്നമാണ്. പിന്നെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രായത്തിൽ ഇഷ്ടങ്ങൾ ഉണ്ടാവും, അതിനെ നിങ്ങൾ പ്രണയിപ്പിക്കരുത്. അത് ഇഷ്ടമാണെന്നും പ്രണയമല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് ഇതിനെ കണ്ടുപിടിച്ച് തല്ലി പ്രണയാക്കുക. മനസ്സിലായില്ലല്ലോ? ഒരു ഓപ്പോസിഷൻ വരുമ്പോ ചിലപ്പോ എനിക്കൊന്ന് ടീനേജേഴ്സ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രൂവ് ചെയ്യാനല്ല. നോക്കൂ, ഒരു തരത്തിൽ 8ാം ക്ലാസ്സിൽ പ്രണയം പിടിച്ചു, ആരായിരിക്കും ആദ്യം പിടിക്കുക? അമ്മ. 8ല് പിടിച്ചു, കുട്ടിക്ക് വാണിംഗ് ഒക്കെ കൊടുത്തു, പിച്ചി നുള്ളി മാന്തി. കുട്ടി പറഞ്ഞു ഇല്ലമ്മ, കുട്ടിക്ക് നിർത്താൻ പറ്റില്ല, കുട്ടി ടീനേജ് ആണ്, കുട്ടിക്ക് ഒരു പൂ കിട്ടിയ സന്തോഷാണ്, കുട്ടി അത് എൻജോയ് ചെയ്യും. 9ാം ക്ലാസ് എത്തുമ്പോഴും അമ്മയ്ക്ക് മനസ്സിലായി വിട്ടിട്ടില്ല. അമ്മ നല്ല അടി അടിക്കും. ആരോട് പറയും? അച്ഛനോ? നോ, മാമനോട് പറയും, ചെറിയച്ഛനോട് പറയും. അച്ഛനോട് പറഞ്ഞാൽ തീർന്നു, ബ്ലെയിമിങ് അമ്മയുടെ പുറത്ത് വരും. ക്ലിയർ? അങ്ങനെ മാമൻ പിടിച്ചു, മാമൻ നല്ലോണം ചീത്ത പറഞ്ഞു, ഇനി ഇങ്ങനെ ആയാൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. 18 വയസ്സായ അച്ഛന്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് അറിയാലോ, അച്ഛൻ പാവായിരിക്കും, പക്ഷെ ഇവര് ഭീകരതയാണ്. അങ്ങനെ 8ലും പിടിച്ച്, 9ലും പിടിച്ച്, 10ലും പിടിക്കും. ഈ പിടുത്തം 3-4 തവണ നോർമലാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ നിങ്ങൾ 8 പിടിക്കുന്നത് വേറെ കാമുകിയായിരിക്കും, 10ൽ വേറെ ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താ, ഒറ്റ ആളാണ്, നമുക്ക് അറിയില്ല ഇതൊക്കെ ആരൊക്കെയാന്നുള്ളത് ചിലപ്പോ. അപ്പൊ ഇതൊരു ഇഷ്ടങ്ങൾ മാത്രമാണ്. നമ്മൾ ചിലപ്പോ ഒരു മെസ്സേജ് അയച്ചതോ, ബസ് സ്റ്റോപ്പിൽ നിന്ന് സിപ്പപ്പ് കഴിച്ചതോ, ഒരു ചോക്ലേറ്റ് കൊടുത്തതൊക്കെ ആയിരിക്കും. ഇതിനെ നമ്മൾ പ്രണയിപ്പിക്കും. നിനക്ക് അവന് ഇഷ്ടമാണ്, നിനക്ക് അങ്ങനെയാണ്. അപ്പൊ കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും, അത്രയ്ക്ക് ഡെപ്ത് അല്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഈ മൊട്ടിട്ട് കൊടുക്കുന്നത് ആരാ? നമ്മുടെ ഈ ഇടപെടലുകളാണ്, ഇടയ്ക്കിടയ്ക്കുള്ള എത്തിനോട്ടങ്ങളാണ്, ചോദ്യങ്ങളാണ്. അപ്പൊ ഇവര് 8ലും 9ലും പ്രണയിച്ച് ഇവര് ക്ലാസ് മാറി പോകുമ്പോ അങ്ങോട്ട് മിക്ക പ്രണയങ്ങളും പൊട്ടി. പിന്നെ ചിലത് ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ചിലത് വളരെ കട്ട പ്രണയനായിരിക്കും, അതൊന്നും സംഭവിക്കില്ല. ഇപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ട്, അവള് പറയും 4ാം ക്ലാസ്സിൽ പ്രണയിച്ചാണ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 കൊച്ചുങ്ങളായി അന്തസ്സായിട്ട് ജീവിക്കേണ്ടത്, നല്ലതല്ലേ. പക്ഷെ അവള് അതൊരു ഭയങ്കര അവന്റെ അനിയന്റെ ഒരു ഇതാണ്, അതായത് അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുപോലെ ചിലതുണ്ട്, ബാക്കിയുള്ളത് ഈ ലെസ്റ്റിലേക്കൊക്കെ പോകും. ഇതൊരു ലവ്, ഇത് ലവ് ആണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ല കേട്ടോ, ഫ്രണ്ട്സിന്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കാറില്ല. ഈ എന്താ പറയാ, സ്കൂളിൽ പഠിച്ച് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗെറ്റ് ടുഗെദർ, എല്ലാരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അവിടുന്ന് കുറേ പണ്ടത്തെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പണ്ട് ചിലപ്പം ഇതുപോലെ അഫെയറിലായിരുന്നവർക്ക് ആയിരിക്കാം, അറിയില്ല. പക്ഷെ റിലേഷൻഷിപ്പ്, പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറുക്കനായിരിക്കും, ഹി വുഡ് ഹാവ് മാരീഡ്, വൈഫുണ്ട്, കുട്ടികളുണ്ട്, ഇവിടെ വേറെ ഒരു ലേഡി, അഗൈൻ ഷീ ഈസ് എ വൈഫ്, മദർ, ഇവര് തമ്മിൽ റിലേഷൻ. ഇത് 1-2 അല്ല ഞാൻ കേട്ടിരിക്കുന്നത്, സ്ഥലത്തൂന്ന് കേട്ടിട്ടുണ്ട്, ഇവൻ ന്യൂസ് പേപ്പറിലും വായിച്ചിട്ടുണ്ട്. സോ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും എല്ലാം ഡെവലപ്പ് ചെയ്ത ഒരു ഏജിലും ഹൗ ഈസ് ഇറ്റ് ഹാപ്പനിങ്? 60 അലുമിനി മെമ്പേഴ്സ് മീറ്റ് ചെയ്തു, എത്ര പ്രണയം ഉണ്ടായി? വളരെ കുറവ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ 60 പേർക്കും പ്രണയം ഉണ്ടാവണ്ടേ? അപ്പൊ എന്തുകൊണ്ട് ഈ 4 പേർക്ക് മാത്രം ഉണ്ടായി? അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ക്ലിയർ? അപ്പൊ നമ്മൾ ഇതൊരു കാരണം വെച്ച് അലുമിനി മീറ്റ് നടന്നാൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് വേറെ പല കാരണങ്ങളും ഉണ്ടാവും, നമുക്ക് അറിയില്ല. അവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പോ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാവും, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
ചിലപ്പോ ഈസിലി പെട്ടുപോകുന്ന സ്ത്രീകളായിരിക്കാം, പുരുഷന്മാരായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇമോഷണലി ഡൗൺ ആയിട്ടുള്ളവരെ പെട്ടെന്ന് ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റേ ആളെ ശാരീരികമായോ മാനസികമായോ തളർത്തുന്നതോ അവരുപദ്രവിക്കുന്നതോ ആവരുത്. അവരുടെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കണം. അവർക്ക് അവരുടെ മറ്റിഷ്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതായിരിക്കണം. രണ്ടുപേരും എല്ലാ തരത്തിലും വളരാൻ സഹായിക്കുന്നതായിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? അത് കുടുംബ ബന്ധങ്ങളിലുള്ള വളർച്ചയാണെങ്കിലും നമ്മുടെ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും കാഴ്ചപ്പാടിലാണെങ്കിലും നമുക്ക് വളരാൻ സഹായിക്കുന്നതായിരിക്കണം പ്രണയം. അല്ലാത്തത് വെറും ഇഷ്ടങ്ങളാണ്. അതൊക്കെ കുറച്ച് ഇഷ്ടങ്ങൾ മാറി മാറിപ്പോവും. കുറച്ച് കഴിഞ്ഞ് അതങ്ങ് പൊട്ടിപ്പോവും. പക്ഷെ പാരന്റ്സ് ഇതിന് കൊടുക്കുന്ന എക്സ്ട്രാ പ്രഷറാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്. കാരണം പ്രണയിക്കുമ്പോ ഈ പഞ്ചാരടി വാക്കുകൾ കേട്ട് 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 നീ നല്ലതാണ്, നീ മിടുക്കിയാണ്, നീ സൂപ്പറാണ്, നീ എന്നെ ചക്കരയാണെന്ന് പറയും. വീട്ടിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയണമെന്നില്ല. പ്രണയം പിടിച്ചതോടുകൂടി പിന്നെ കണക്ക് പറച്ചിലുകളും കളിയാക്കലുകളും തേച്ചൊട്ടിക്കലുകളും കൂടുതലാണ്. അപ്പൊ ഇത് കേക്കെ അവനെ കുറിച്ച് പറഞ്ഞാണ് ചീത്ത വിളിക്കുന്നത്, അല്ലെങ്കിൽ അവളെ കുറിച്ച് പറഞ്ഞാണ് ചീത്ത വിളിക്കുന്നത്. അപ്പോ നല്ല വാക്ക് എവിടെന്നാ കേട്ടോണ്ടിരിക്കണത്? മറ്റേ സൈഡ്. അപ്പൊ ആരോടെ ഇഷ്ടം കൂടുക? അപ്പൊ അവനോട് ഓർമ്മകൾ കൂടും. ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് നിർത്തണം. അതെ, വീട്ടിലോട്ട് വരുമ്പോ ടെൻഷൻ കൂടുതലാ. എന്താന്ന് പറഞ്ഞാൽ ചീത്ത കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇത് വന്ന് കേറിയ ഉടനെ എന്താ വൈകി, നീ അവന്റെ അടുത്ത് പോയോ, അവനോട് സംസാരിച്ചു നിന്നിട്ടാണോ, അല്ലെങ്കിൽ നീ മോശമായില്ലേ, നീ എന്തിനാണ് ഇനി ജീവിക്കുന്ന കുടുംബം, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ആ ആള് അല്ലെങ്കിൽ വേറൊരാള് വരും, സഹായിക്കാൻ വേറൊരാള് വരും. ആ രീതിയിലുള്ള റിലേഷൻഷിപ്സിലേക്ക് പോകും. അപ്പൊ ഇവിടെ നമ്മളാണ് മെച്ചൂർഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറ്റാം, അത് തുറന്നു പറയാം, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ പൊതുവെ പറയും പാരന്റ്സ് എല്ലാം തുറന്നു പറയുന്ന കുട്ടിയാണ്. ഇത് മാത്രം എല്ലാം തുറന്നു പറയുന്ന കുട്ടിയാന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇതെന്തുകൊണ്ട് പറയുന്നില്ല? അടുത്ത വീട്ടിൽ ഒരാൾ ഒളിച്ചോടി പോയി. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒബ്സർവ് ചെയ്യും. അപ്പൊ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ അമ്മയും ഇങ്ങനെയാണ് നിലപാടെടുക്കുക. അപ്പൊ എങ്ങനെ അമ്മയുടെ പറയും? എല്ലാം പറയും, ഇത് പറയില്ല. ഒരു ക്രഷ് തോന്നിയ പറയില്ല. നമ്മൾ ക്രഷ് അടിക്കാനല്ല സ്കൂളിൽ പോണം. എന്തിനാ പോണത്? പഠിക്കാനല്ലേ. അപ്പൊ ഇങ്ങനെ ഇഷ്ടം വരും. പക്ഷെ നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, നിനക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വരും, പഠിക്കുന്ന കുട്ടികൾക്കും വരും. നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പൊ ഇഷ്ടങ്ങളെ, ഇൻഫാക്ച്വേഷൻസിനെ പ്രണയമാക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ഇടപെടലാണ്. അവര് ഒളിച്ചോടി പോകുന്നതോ ബാക്കി എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതോ ഇതിൽ നമ്മൾ മനസ്സിലാക്കി ഒരു വിട്ടുപിടിക്കൽ, അത്രേ ഉള്ളൂ. ഇനി അങ്ങനെ പോയാലും അവര് തിരിച്ച് നമ്മളിലേക്ക് തന്നെ പ്രണയിച്ചു, അങ്ങനെ പോയി, ഇഷ്ടാണ്, സംസാരിക്കുന്നുണ്ട്, സ്റ്റിൽ നമ്മളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടച്ച്, ഇമോഷണൽ ടച്ച്, ഫിസിക്കൽ ടച്ച് നമ്മൾ കൊടുക്കണം. ഒരു മനുഷ്യന് നിലനിൽക്കാൻ ഫിസിക്കൽ നീഡും വേണം, ഇമോഷണൽ നീഡും വേണം. ഇന്നത്തെ പാരന്റ്സ് വെരി വെൽ അവെയർ ദാറ്റ് ഫിസിക്കൽ നീഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇമോഷണൽ നീഡ് കൊടുക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ടച്ച്. ഇത് കിട്ടുന്ന കുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാ പുറത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒന്നൊന്ന് എത്തി നോക്കി വരും. അത് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണമെങ്കിൽ വീട്ടിൽ ഈ ഇടം വേണം. അല്ലെങ്കിൽ അവർ ആ സ്റ്റെപ്പ് അങ്ങനെ മുന്നോട്ട് വെച്ച് പോകും. ഇതൊക്കെ രുചിച്ച് നോക്കും. ഇപ്പൊ കുഞ്ഞുങ്ങള് ടീനേജിലേക്ക് എത്തുമ്പോ ഒരു ഹാൻഡ്സ് നോക്കുക, ഒരു കൂള് നോക്കുക, ചിലപ്പോൾ പ്ലസ് ടു പിള്ളേർ ഒരു ബീർ അടിക്കും, പെൺപിള്ളേർ ബീർ അടിക്കും, അവരൊരു സിഗരറ്റ് വലിച്ചു നോക്കും. ക്വൈറ്റ് നാച്ചുറൽ. എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാം. അതിലൊന്നും ഇത് റിയാലിറ്റിയാണ്. ഇതിൽ നോ പറയാനൊന്നും നമുക്ക് അയ്യോ എന്റെ കുട്ടി എന്റെ അവര് പറയാൻ പറ്റില്ല. ചെയ്ത് നോക്കിയെന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അയ്യോ പാവ എന്റെ അച്ഛൻ, എന്റെ അമ്മ എത്ര അങ്ങനെ തോന്നണമെങ്കിൽ ഈ ടച്ച് വേണം. കയറി വരുമ്പോ പിടിക്കുന്ന അമ്മയും അച്ഛനും വീട്ടിലുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, തോറ്റു വരുന്ന കുട്ടികളെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ജയിച്ചു വരുന്ന മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കും. പക്ഷെ തോറ്റു വരുന്ന മക്കളെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, എന്താ പറ്റി നോക്കാം എന്ന് പറയുന്ന ഇടമുള്ള വീട്ടിലെ കുട്ടികൾക്ക് വളരാൻ പറ്റും. തോൽവി ഒരു ഗ്ലോബലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ചേർത്ത് പിടിക്കേണ്ടത് തോറ്റു വരുന്ന മക്കളെയാണ് കൂടുതലും. അവരെന്തോ തോറ്റുപോയി, നമുക്ക് അതിലൊരു പങ്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ നിൽക്കുക. ആൻഡ് ഫൈനലി എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മുടെ മക്കളെയാണ്. ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മക്കളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആരാ? നമ്മള് അറിയാതെ ഇമോഷണലി കുട്ടികൾ ഏറ്റവും കൂടുതൽ
വെറുപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ആരാ? Parents. പാരന്റ്സ് ആണ്. Obviously. നോക്ക്, നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെടി വെച്ച് അതിലൊരു റോസാപ്പൂ വന്നു, അത് നമ്മൾ മനഃപൂർവ്വം പിച്ചിക്കളയോ? ഇല്ല. നമുക്ക് വിഷമാവും അല്ലേ? അതെ അതെ. അപ്പൊ നമ്മളിൽ നിന്നുണ്ടായി വന്ന ഒരു ഭംഗിയുള്ള പൂക്കളാണ് മക്കള്. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ പിച്ചി മാന്തി ചീത്ത വിളിച്ച് ഉപദ്രവിക്കുവോ? അവിടെയാണ് ആ കോൺട്രഡിക്ടറി ഫാക്ടർ വരുന്നത്. പക്ഷെ ഫേം ആവണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. പറ്റില്ല എന്ന് പറയുന്നത് പറ്റില്ല എന്ന് പറയണം. ദിസ് ഇസ് ദ റൂൾ, ദിസ് ഇസ് ദ തിങ് എന്ന് നമ്മൾ പറയണം. ഈ സിസ്റ്റത്തിൽ ഇരിക്കുമ്പോ നമ്മൾ ഇങ്ങനെയാണെന്ന് പറയണം. പക്ഷെ പറയണ രീതിയുണ്ട്. ഇപ്പൊ ഈ പ്രണയിക്കുമ്പോ ഹാപ്പി ഹോർമോൺസ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പൊ ബിരിയാണി വന്നു, വാവ്, എക്സൈറ്റഡ് ആയി അല്ലേ? അപ്പൊ നമുക്കൊരു ഡോപ്പോമിൻ വന്നു. അത് കഴിച്ചിരിക്കെ അതിന്റെ ഡോപ്പോമിൻ താന്നില്ല. അതൊരു ഒരു ഒരു എന്താ പറയുക, ലഹരിയാണ് ഭക്ഷണം. നമ്മള് എൻജോയ് ചെയ്യുന്ന സിനിമ, പാട്ട്, ഡ്രഗ്സ്, മൊബൈൽ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, ഗെയിം കളിക്കുമ്പോ, കാർട്ടൂൺ കാണുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു ഡോപ്പോമിൻ ഉണ്ട്, ലഹരി. ക്ലിയർ. അത് ഒരു പരിധി വരെ ആവശ്യമാണ് നമ്മളൊരു വാവ് ആയിട്ട് നിർത്താൻ. ബിരിയാണി കഴിക്കണം അല്ലേ? ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോ, പുതിയതിടുമ്പോ, പിന്നിടുമ്പോ ഉണ്ടാവോ? കുറച്ച് കുറയും. അതാണ്, അത് സന്തോഷമല്ല, അതൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ്. ഒരു വേറെന്തോ ഒരു സാധനം, അത് വേണം. അത് കൂടുതലാവുമ്പോ ഒരു ബിയർ അടിച്ചു, അതൊരു ഡോപ്പോമിൻ തരും എന്ന് വിചാരിക്കുക. അപ്പൊ വീണ്ടും വീണ്ടും അതിനുള്ള ക്രേവിങ് വരുമ്പോ അത് ലഹരിക്ക് അടിമപ്പെട്ടു പോകും. അത് ഡേഞ്ചറസ്. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ മെന്റൽ ഹെൽത്തും ഓക്കെ ആയിരിക്കണം. പക്ഷെ ഡോപ്പോമിൻ വേണം. അപ്പൊ ഡോപ്പോമിൻ എങ്ങനെയാണ് സാധാരണ ഭൂരിഭാഗവും കിട്ടുക എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിത് വീഡിയോ എടുത്തു, നമ്മളെ കുറിച്ച് വാവ് നിങ്ങളുടെ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട്, നിങ്ങളുടെ അതിലെ ഡ്രസ്സിങ് സൂപ്പർ ആയിട്ടുണ്ട്, രേണുവിന്റെ സാരി നല്ല രസം എന്ന് കേൾക്കുമ്പോ, നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പോ രേണുവിന്റെ ഉള്ളിൽ ഡോപ്പോമിൻ ഉണ്ടാവും. ക്ലിയർ. ആ വർത്തമാനം നമുക്ക് കുറെ കാലം നമ്മൾ എൻജോയ് ചെയ്യും. നല്ലത് പറഞ്ഞത്, നമ്മളെ കുറിച്ച് നല്ലത് കേട്ടത്. ക്ലിയർ. അപ്പൊ നമുക്ക് ഡോപ്പോമിൻ ഉണ്ടാവും. അതുപോലെ നല്ലത് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവും. പക്ഷെ സെറോട്ടോണിൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഡോപ്പോമിൻ, സെറോട്ടോണിൻ. ആ സെറോട്ടോണിൻ ഉണ്ടാവുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുമ്പോഴാണ്. ഒരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം. ഞാൻ രഞ്ജുവിനെ കുറിച്ച് എന്നും നല്ലത് പറഞ്ഞാൽ രഞ്ജു എന്നെ കുറിച്ച് സ്വാഭാവികമായിട്ടും പറയും. ഉള്ളതേ പറയാവൂ, പുകഴ്ത്തി പറയരുത്. ഉള്ള കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെ പറയുമ്പോ സെറോട്ടോണിനും ഡോപ്പമിൻ. ഒപ്പം ഡോപ്പമിൻ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെയും കിട്ടും. അത് അമിതമാവാൻ പാടില്ല. ഓക്കെ. സെറോട്ടോണിൻ എത്ര വേണമെങ്കിലും ആവാം. നമുക്ക് നാട്ടില് ഒരു ചായ വന്നു, ഇപ്പൊ നമുക്ക് ചായ കിട്ടി, എന്ത് നല്ലതാണ്. അത് നമ്മൾ അവരെ വിളിച്ചു പറയും. നമ്മുടെ ഉള്ളിൽ സെറോട്ടോണിനും അവരുടെ ഉള്ളിൽ ഡോപ്പമിൻ. ഇത് വീട്ടിനകത്ത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ചോദിച്ചു വാങ്ങും. അതെ, ചോദിച്ചു വാങ്ങിക്കുന്നത് നല്ലതാണ്. അവർക്കത് കൊടുക്കാൻ പറ്റാത്തത് അവർക്കത് കിട്ടാത്തോണ്ടാണ്. മനസ്സിലാവും. എനിക്കിത് നിറയെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ കിട്ടാണ്ടാവുമ്പോ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ നമ്മളിത് ചോദിച്ചു വാങ്ങും. രണ്ടും തെറ്റല്ല. അവർക്ക് തരാൻ പറ്റാത്തത് നമുക്ക് അവർക്ക് കിട്ടാത്തോണ്ടാണ്. അപ്പൊ ഡോപ്പോമിനും സെറോട്ടോണിനും ഹാപ്പി ഹോർമോൺസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലേ? എന്തെങ്കിലും ചെലവുണ്ടാ? ഒരു ചെലവില്ല. നിങ്ങളെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? മരണം വരെ കണക്കെടുത്ത് നോക്കും. സത്യം. ബ്ലഡ് ടെസ്റ്റ്, ഡോക്ടറിനെ എല്ലാം, അരി കഴിക്കുന്ന പ്രോട്ടീൻ നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുള്ളൂ. മെന്റൽ ഹെൽത്ത് ഇതൊന്നും വേണ്ട. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ കൊടുക്കൽ വാങ്ങൽ പ്രോസസ്സ് ചെയ്യുമ്പോ തന്നെ ഡോപ്പോമിനും സെറോട്ടോണിനും ഉണ്ടാവും. അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ടച്ചിലൂടെയാണ് കൂടുതലും ഉണ്ടാവുക. ചേർത്ത് പിടിക്കലുകൾ ഉണ്ടാവുമ്പോ, അത് കുഞ്ഞു കുട്ടികളെ കണ്ടുണ്ടോ? 4 വയസ്സ് വരെയുള്ള കുട്ടികള് ഓൾവേസ് വേദനിക്കുമ്പോഴും വിശക്കുമ്പോഴും അതർവൈസ് അവര് ഹാപ്പിയാണ്. ബിക്കോസ് 4 വയസ്സ് വരെ ആരെങ്കിലും ഒക്കെ കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാപ്പോഴും ഇങ്ങനെയാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ എത്രമാത്രം ഓക്സിറ്റോസിനും ഡോപ്പോമിനും ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നല്ലത് പറഞ്ഞോണ്ടേയിരിക്കും അവരോട്. മിടുക്കിയാണ്, ചന്തക്കാരിയാണ്. ബസ്സിലൊരു കുഞ്ഞു കുട്ടിയെ കണ്ടാലും നമ്മളിങ്ങനെ കേൾക്കും. അപ്പൊ ആ കുട്ടിയിൽ അത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് പിന്നെ കുറയും. 4 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കണം. അപ്പൊ തല്ലലും പിച്ചലും ചീത്ത വിളിക്കലൊക്കെ ആകുമ്പോ ഇതൊക്കെ കുറയും.
അപ്പൊ ഓക്സിറ്റോസിൻ ഉണ്ടാവാൻ ഇതും സഹായിക്കും, യാത്രകളൊക്കെ സഹായിക്കും. നമ്മൾ കുറെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാവും, നല്ല കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്യും. ദ തേർഡ് വൺ ഈസ് എൻഡോർഫിൻ. എൻഡോർഫിൻ കുറച്ച് മെനക്കെടണം എക്സസൈസ് ചെയ്യുമ്പോഴാണ്. ശരീരം അനങ്ങുമ്പോ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാ, യോഗ, അതുപോലത്തെ ബാക്കി ജിം, നടക്കുക, ഡാൻസ്, സ്പോർട്സ്, മുച്ചടിക്കുന്നതും ഒക്കെ ഇതിൽ പെടും. സ്റ്റെപ്പ് കയറി ഇറങ്ങുക, ക്ലീൻ ചെയ്യുക, ശരീരം അനങ്ങുമ്പോ എൻഡോർഫിൻ. അപ്പൊ നമ്മൾ ഡിപ്രഷൻ പേഷ്യൻസിന് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് എൻഡോർഫിൻ ഇഞ്ചക്ഷൻ ആണ്, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, ഒന്ന് ഉള്ളിൽ എനർജി എടുക്കും. അപ്പൊ ഈ 4 ഹാപ്പി. ഇത് കൃത്യമായിട്ടുള്ള അളവിൽ എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കഴിച്ചു എന്ന് കുട്ടി ഉറപ്പ് വരുത്തുന്നത് പോലെ 3 നേരവും കുട്ടികൾക്ക് ഇത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ അവര് ഹാപ്പി ആയിരിക്കും. എന്ന് വെച്ച് പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല, സ്ട്രെസ് വരില്ല എന്നല്ല, ആൻസൈറ്റി ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവുന്നതിന്റെ ഇന്റൻസിറ്റി കുറയാനും ഉണ്ടായതിന് പ്രശ്ന പരിഹാരത്തിന് കുറെ കൂടി നന്നായിട്ട് അവരെ ചിന്തിപ്പിക്കാനും കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് അതിനെ ഡെയിൽ ചെയ്യാനും പറ്റും. അപ്പോ മെന്റൽ ഹെൽത്തിന് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇമോഷണൽ ഇമ്മ്യൂണിറ്റി പോലെ അല്ലേ? അതെ. അതെ, ഇമോഷണൽ ഇമ്മ്യൂണിറ്റി ഇത് വേണം. ഇതില്ലാത്ത വീടുകളിലാണ് പ്രശ്നം. ഇത് കൊടുക്കണം എന്നറിയില്ല, ഇത് കിട്ടണം എന്നറിയില്ല. കെട്ടിപ്പിടിക്കുന്ന അമ്മമാരുടെ എണ്ണം വളരെ റെയറാണ്, അച്ഛന്മാരുടെ എണ്ണം. ഒരു പ്രായം കഴിഞ്ഞ കുട്ടികളെ കെട്ടിപ്പിടിക്കില്ല, പെൺകുട്ടികളെയും ആൺപിള്ളേരെയും വേർതിരിവ് വരും. അത് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ കൂടുതലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കണ്ടെന്ന് വിചാരിക്കും, ഉണ്ടാവും. എന്റെ അച്ഛനും അമ്മയും ഉണ്ട്, നമ്മള് അച്ഛനും അമ്മയുടെ കൂടെ അല്ലാന്ന് വിചാരിക്കും. നമ്മൾ എപ്പോഴെങ്കിലാണ് അച്ഛനും അമ്മയും കാണാൻ പോകുന്നത്. ആ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ വിളിച്ചു പറയണം, അച്ഛാ ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത് അച്ഛനായിരിക്കും, മോർ ദാൻ അവർ മാത്രം അല്ലെ. അമ്മ അവിടെ ബിസി ആയിരിക്കും. അച്ഛൻ കുട്ടികൾ വരാൻ സമയമായില്ലേ, സമയമായല്ലോ, കാണാനില്ലല്ലോ, എന്താ പറ്റി, എവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അമ്മ പറയും, ഒന്നും മിണ്ടാണ്ടിരിക്കും മനുഷ്യ, അവര് വരും എന്ന്, അല്ലെങ്കിൽ കുട്ടികളല്ലേ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അവിടെ എത്താൻ പോകുന്ന സമയത്ത് ഗേറ്റിന്റെ അവിടെ നമ്മൾ കാർ ഇറങ്ങി. കുറച്ച് എക്സൈറ്റഡ് അച്ഛനാണെങ്കിൽ ഗേറ്റിന്റെ അവിടെ നിൽക്കേണ്ട അച്ഛൻ ഗേറ്റ് തുറന്നു. നമ്മൾ കാറിന്ന് ഇറങ്ങിയ ഉടനെ നമ്മുടെ അച്ഛൻ അടുത്ത് വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നോന്ന് വിചാരിക്കും, എന്തായിരിക്കും സന്തോഷം. അതെ. അപ്പൊ കെട്ടിപ്പിടിച്ചു നിറകിലൊരു ഉമ്മ തരുമ്പോ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഇല്ലാതെ ഒരു ഭയങ്കര സെക്യൂർഡ് ആണ്, എനിക്ക് ആരോ ഉണ്ട് അല്ലെ. നമ്മൾ വഴക്കുണ്ടാക്കാൻ പോയതാണെങ്കിലും അതിലെല്ലാം അലിഞ്ഞു പോകും. ഇത് നേരെ തിരിച്ചാ, ഞാൻ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം, ഓടിപ്പോയി ഇങ്ങനെ അയ്യോ അയ്യോ സമയം കൊടുക്കാത്തോണ്ടാ, വയസ്സായത് എത്തണ്ടേ, അപ്പോഴേക്കും നീ അങ്ങോട്ട് പോവും. നല്ലതാണ്. രഞ്ജുവിന് ചെറുപ്പത്തിൽ അവര് തന്നോണ്ടിരുന്നൊക്കെയാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ നമുക്ക് ഒരു സെക്യൂർഡ് ഫീലിംഗ് ആണ്, ആരോ ഉണ്ട് എന്നുള്ള ഫീലിംഗ് ആണ്. അപ്പൊ ഈ 10-40 വയസ്സായ നമുക്ക് ഈ ഫീലിംഗ് ഉണ്ടെങ്കിൽ 16 വയസ്സായ ആൾക്കും അല്ലേ. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ചെറിയ മോള് ഇടയ്ക്കൊക്കെ വന്നിട്ട് ഹഗ്ഗെന്ന് പറയും, അത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട്ടിലും അപ്പൊ നമ്മൾ ഓടി നടക്കണതിന്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ 100 ടെൻഷനിലാണെങ്കിലും അവർക്കത് നീഡാണ്. മേ ബി ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ കുട്ടികൾ വരുന്നതായിരിക്കാം, ചിലപ്പോ അവർക്കത് നീഡായതുകൊണ്ടായിരിക്കും. അപ്പൊ ഇതിന് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് ഈ ഓക്സിറ്റോസിൻ ഈ സാധനത്തിന്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയണം, ആദ്യമൊക്കെ ഇല്ലേ ഇങ്ങനെ മോള് ഓടി വരുമ്പോ മമ്മ ഹഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്തോണ്ടിരിക്കുക, ഞാൻ പറഞ്ഞാ ഇതൊന്ന് തീർക്കട്ടെ തന്നെ. പക്ഷെ ഇതുപോലെ ഏതോ ഒരു സെഷൻ ഇങ്ങനെ ഞാൻ കേട്ടോണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കുമല്ലോ, അപ്പൊ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഗിവിങ് എ ഹഗ് ടു യുവർ കിഡ് എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അത് ഓഫ് ചെയ്യും, കരിയുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ സിമ്മിലിടും. എന്താ പണി എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇടും. കയ്യില് ചിലപ്പോ പച്ചക്കറി അരിഞ്ഞതൊക്കെ ഉണ്ടാവും, ഐ ഡോണ്ട് കെയർ, ഞാൻ അങ്ങനെ പോയി കൈ പിടിക്കത്തില്ല എന്നുള്ളൂ, ഇങ്ങനെ വെച്ചിട്ട് ഹഗ് ചെയ്യും. അപ്പം ഇപ്പൊ ഞാൻ എന്റെ പണിയൊക്കെ അവിടെ ഇട്ടിട്ട് ചോദിക്കുമ്പോ അപ്പൊ കൊടുക്കും. അതാണ് ചെയ്യേണ്ടത്. രണ്ടാൾക്കും സുഖാണ് ആക്ച്വലി. ആ ഹഗ്ഗിൽ ആക്ച്വലി കൊടുക്കുന്നതേ പറഞ്ഞില്ലല്ലോ. സത്യം. അല്ല, അത് നമ്മളെ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകും, നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ആർക്കാണോ ഓർമ്മയും അവരത് ചെയ്യട്ടെ, നമുക്ക് മടിയുള്ളതുകൊണ്ടൊന്നുമല്ല. അപ്പൊ മാനസികാരോഗ്യത്തിനും ഇതുപോലെ ഫിസിക്കൽ, നമ്മുടെ മക്കൾക്ക് ഒരു ജലദോഷം വന്നാൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ട ഇമ്മ്യൂണിറ്റി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഹാപ്പി ഹോർമോൺസിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് കുടുംബത്തിന്റെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന്. അതിൽ നമ്മളുടെയൊക്കെ പാർട്ട് ഭയങ്കര വലുതാണ്. വിജിത പറഞ്ഞ പോലെ ഒരുപാട് പൈസ ഒന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നല്ല കാര്യങ്ങളിൽ കൂടി കടയിൽ പോയി വാങ്ങണ്ട, ഇറ്റ്സ് റെഡി
ഒന്നിച്ചൊരു പാട്ട് കേൾക്കാം, ഒന്നിച്ചൊരു സിനിമ കാണാം, ഉം. സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അവർക്ക് അറിയുന്ന അവരുടെ ഇംഗ്ലീഷ് കൊറിയൻ അതെ അതെ ജാപ്പനീസ് ആനിമയും ഒക്കെ അതെ. കേൾക്കാം. നമ്മളൊക്കെ അത് കേട്ടോണ്ടിരിക്കുക. ആ സമയം അതൊക്കെ അവരുടെ ഉള്ളിൽ മാനസികാരോഗ്യം ഉണ്ടാക്കും. ഉം. അപ്പൊ നല്ല കാര്യമാണ്. ഇനി നമ്മുടെ കുറച്ച് ഹാപ്പി ഹോർമോൺ അതെ. ഒരു പരിപാടി ഉണ്ട്. വേറെ വല്ലതാണോ? ഇത് ഒന്നുമില്ല, കുറച്ച് കുറച്ച് ടീ അല്ലെങ്കിൽ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോ വിജിത ഒരെണ്ണം എടുത്തിട്ട് ഗോപുന്റെ കൊടുക്കണം. ഗോപു വായിക്കും, വിജിതയുടെ ആൻസർ എന്താണെന്നൊന്ന് കേൾക്കാനാ. ഈശ്വരാ, മനസ്സിലാവണ ചോദ്യമായിരിക്കണേ. എല്ലാം സിമ്പിൾ ഞാൻ LD ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ വായിച്ചു തരാം. ഇത് വിജിത ഭംഗിയായിട്ട് പറയുന്ന കേൾക്കാം. If emotions were currencies, which one would make you rich? ഇമോഷൻസ് Which one would make വിച്ച് ഇമോഷൻസ് which emotion would make you rich? ലവിന് നമുക്ക് ഇമോഷൻ ആയിട്ട് പറയാൻ പറ്റുമോ? വൈ നോട്ട്? പ്രണയം. പ്രണയം? അതാണ് പുള്ളിക്കാരി അത് എല്ലാവർക്കും കൊടുത്തോണ്ട് ഇരിക്കും കേട്ടോ. ഈ ട്രെയിനിങ് സെഷൻ ഓർ എനിത്തിങ്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ആ ഒരു കൺസിഡറേഷൻ ആൻഡ് യു നോ ബി വിത്ത് ഹെർ ആൻഡ് യു വിൽ ഫീൽ സോ ഹാപ്പി. അതെ. അപ്പൊ love is the one which makes us rich. ഞാനായിരിക്കുന്നു വിജിത, അതെന്റെ പ്രണയമാവും. വിജിത ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണേറ്റ് ടു ലവ്. ഇനി ഒരെണ്ണം എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി വിജിക്ക് ടൈം തരാം. നിങ്ങൾ ഓ, ഇത് ഭയങ്കര ഈസിയാ. ടീ, കോഫി ഓർ ഡീപ് കോൺവെർസേഷൻസ്, ഇതിലേതാണ് വിജി പ്രിഫർ ചെയ്യുന്നത്? ടീ, കോഫി, ഡീപ് കോൺവെർസേഷൻ. ഡീപ് കോൺവെർസേഷൻ ഓൺലി എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുമായിട്ട് ഡീപ് കോൺവെർസേഷൻ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ. അല്ലാതെ ഇപ്പൊ നമ്മള് നമുക്കറിയാം അത് അങ്ങനെ. അല്ലാതെ വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന ആളല്ല ഞാൻ. എന്നോട് നിങ്ങളൊക്കെ അവിടെ വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണെങ്കിൽ ഐ എം വെരി മച്ച് ഹാപ്പി. ഓടിച്ചാടി പോയി വർത്താനം പറയും, പക്ഷെ ഡീപ് കോൺവെർസേഷനിലേക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നോട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വർത്തമാനം പറയാം. അപ്പൊ ഇതില് മൂന്നിലും വെച്ച് ഞാൻ പ്രിഫർ ചെയ്യാ ടീ ആയിരിക്കും. ചായ പേ ചർച്ചയാണോ? ചായയാണ്, ചർച്ച വേണ്ട. ഒറ്റയ്ക്ക് ചായ കുടിക്കുക, അല്ലെങ്കിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടം. ഓക്കെ. ഇനി ഇതിന്ന് പറഞ്ഞ എടുത്ത് സ്വന്തമായി വായിച്ചു. ഇനി നമ്മള് ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. One word you would delete from everyone's vocabulary. Good. ഒരു വാക്ക് എല്ലാവരുടെയും ഡിക്ഷണറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് അസാധ്യമാണ്. ഇറ്റ്സ് പ്യൂർലി സബ്ജക്ട്. Impossible. എന്നാലും ഇമ്പോസിബിൾ. സെൽഫ് ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇത്ര എക്സ്പീരിയൻസ് വന്നതിന്ന് വിജിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ആ ഒരു സംഭവം ഇല്ലെങ്കിൽ നല്ലതായിരുന്നു? അതായത് അങ്ങനെ ആക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ. ആഡ് ചെയ്യാനുള്ള വേർഡ് ആഡ് acceptance to എനിക്ക് your ഒരിക്കലും this. ഡിലീറ്റ് ചെയ്യാൻ പറയാൻ okay. അവകാശമില്ല. അത് അവരവരുടെ അവകാശമാണ്. Okay. If was Very nice. acceptance, Very Okay. nice. accept the Accept situation, everyone. accept the person. അതെ, വെരി നൈസ്, വെരി നൈസ്. Situation accept ചെയ്യണം അല്ലേ? Person-നെ accept ചെയ്യണം. മതി ആഡ് ചെയ്യാം നമുക്ക്. ഇതാണ് deletion. അത് ആക്ച്വലി വിജി പറഞ്ഞതുമായിട്ട് ഭയങ്കര സിങ്ക്രണൈസ് ആയിട്ട് തന്നെയാ വന്നത്. വിജി ഇതുവരെയും നമ്മളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഒരു പേഴ്സണെ ചേഞ്ച് ചെയ്യാതെ അക്സെപ്റ്റ് യു നോ വിത്ത് ദാറ്റ് പേഴ്സൺസ് പോസിറ്റീവ്സ്, is. നെഗറ്റീവ്സ് ആൻഡ് എവറിത്തിങ്. അപ്പം നെഗറ്റീവ്സ് ഇല്ല, അവരവരങ്ങനെ. അതെ. രഞ്ജുവിനെ സംബന്ധിച്ചാണ് അത് നെഗറ്റീവ്, ആ. അയാളെ സംബന്ധിച്ച് നല്ലതാണെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഒരാളെ കുറിച്ച് പറയരുത്. ഓക്കെ. പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല, അയാളുടെ ശരികൾ മാത്രമാണ്, നേച്ചർ. അയാളുടെ നേച്ചർ, Okay. അയാളുടെ നർച്ചറിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം, നമുക്ക് ആ. പറയാം, നമ്മളോട് പറയാം. അവരോട് പോയിട്ട് അത് പറയാൻ നമ്മളെ ബസ്സില് കാറിൽ പോകുമ്പോ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളോട് നമുക്ക് ഭയങ്കര ദേഷ്യം വരും. അത് അവരോട് പോയി പറയേണ്ട ആവശ്യമില്ല, നമുക്ക് സെൽഫായിട്ട് പറയാം. ആക്സെപ്റ്റ് ചെയ്തിട്ട് റോഡ് ഇങ്ങനെയാ. ഇതന്നെയാ ഞാനും ചെയ്യാറ്. കാറിനകത്തായതുകൊണ്ട് മറ്റേയാള് കേൾക്കുന്നുമില്ല. അപ്പം ഇനി റെഡി ആണോ ഒരു ഇതുപോലെ റൗണ്ട് കൂടെ?
കുഴപ്പമില്ല, അത് അപ്പൊ എടുത്തോ, എടുത്തോ എടുത്തോ. ഞാൻ എടുത്തിട്ട് കൊടുക്കും. ആ, കളി പറഞ്ഞ് എന്നാ, വിജി എടുത്തല്ലേ പറ്റുള്ളൂ. ഞാനാണ് ആ, കൊടുത്തത്. ആ. എന്നിട്ട് അവസാനത്തെ 2 ചോദ്യം ഞാൻ ഇവർക്ക് കൊടുക്കും. അയ്യോ. ഇത് വിജിക്കുള്ളത് കേട്ടോ. ആ. വാട്ട്സ് യുവർ സീക്രട്ട് സൂപ്പർ പവർ ആസ് എ സൈക്കോളജിസ്റ്റ്? സീക്രട്ട് പവർ എന്ന് പറയുന്നത്, വൺസ് ഒരു ക്ലയന്റ് എന്റെ മുറിയിലേക്ക് എൻട്രി ചെയ്ത് അവര് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവര് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ എനിക്കത് അവരെ കുറിച്ചൊന്നും ഓർമ്മ വരാറില്ല. ഓ വാവ്, Okay. വെരി നൈസ്. എല്ലാം അല്ല, ആ. മാക്സിമം കേസസ് എനിക്ക് ഓർമ്മ വരാറില്ല. അത്രയും ഭയങ്കര ഡീപ്പായിട്ട് പ്രശ്നമുള്ളവര് വരാറുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് ഞാൻ ഷെയർ ചെയ്യും. ഇപ്പൊ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിനോട് പറയും ഇങ്ങനെ ഒരു കേസ് വന്നു, എനിക്ക് വിഷമം ഉണ്ടായി എന്നുള്ളത്. അതർവൈസ് അത് ബാക്കി എല്ലാതും മറന്നുപോകും. പക്ഷെ അഹങ്കാരത്തോടുകൂടി പറയാ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ എന്റെ മുന്നില് റൂമില് എന്റെ കസേരയിൽ വന്നിരുന്നാൽ എനിക്ക് അവരുടെ ഹിസ്റ്ററി ഓർമ്മ വരും. ഓ വണ്ടർഫുൾ. അവർ തുടങ്ങി ഞാൻ പറയും അവിടെയല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അന്ന് ഇങ്ങനത്തെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എനിക്ക് ഓർത്തെടുക്കാൻ മിക്കപ്പോഴും പറ്റാറുണ്ട്. സൈക്കോളജി സൂപ്പർ പവർ. അതെനിക്ക് അഹങ്കാരമായിട്ട് പറയും. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ കൂടി ചിലപ്പോ വന്ന ഉടനെ എല്ലാം പറയാൻ പറ്റില്ല. വൺസ് അവരത് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ എനിക്കൊന്നും റീകളക്ട് ചെയ്യാൻ പറ്റാറില്ല. ലൈക്ക് ബർത്ത്ഡേ അങ്ങനത്തെ കാര്യം. പക്ഷെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ എപ്പോഴും പറയും, കസേരയിൽ ഇരുന്ന് കഴിഞ്ഞ് ഉള്ള വിജിത വേറെയാണ്, ബാക്കിയുള്ള സമയത്തുള്ള വിജിത ഇസ് ടോട്ടലി ഡിഫറെന്റ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ചോദിക്കും നീ എങ്ങനെയാണ് ഇങ്ങനെ എന്ന് ചോദിക്കാറുണ്ട് കൗൺസിലിംഗ് ചെയ്യുന്നത് എന്റെ ഈ വർത്താനം കേട്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നാൽ ഡിഫറെന്റ് ആണ്. എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ മറന്നു പോവാറില്ല ഞാൻ. വെരി നൈസ്. അപ്പൊ ഈ വരുന്നവർക്കും പിന്നെയും ആ ഫുൾ ഹിസ്റ്ററി പറഞ്ഞ് ഒരു പുതിയതായിട്ട് പറയുന്ന പോലെ തോന്നേണ്ട ആവശ്യമില്ല. ബിക്കോസ് അപ്പുറം ഒരു 5 years കഴിഞ്ഞ് വരുവാണെങ്കിൽ എനിക്കത് ഓർമ്മ വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പയ്യൻ വന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. പക്ഷെ അവൻ അനിയനെയും കൊണ്ട് വന്നു ലേണിംഗ്, അപ്പൊ എനിക്ക് മുഴുവനായിട്ട് ഓർമ്മ വന്നു. ആ അമ്മയെ ഓർമ്മ വന്നു. ഞാൻ അവരോട് പറഞ്ഞു വീട്ടിൽ പോയി പറയിട്ടോ, അതാണ് അമ്മ ഇന്ന് മെസ്സേജ് അയച്ചത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഓർമ്മ വരാറുണ്ട്. അപ്പൊ ഒരെണ്ണം കൂടെ ഞാൻ എടുക്കണ്ടത് ലാസ്റ്റ് വൺ. നിങ്ങൾ രണ്ടുപേരും ഞാൻ ചോദിക്കും. ഇതിന്ന് എടുത്തിട്ടോ, ഞങ്ങൾ സൈക്കോളജി അല്ല. വാട്ട്സ് ഹാർഡർ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ഓർ അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ്? എന്ന് വെച്ചാൽ ഏറ്റവും ടഫായിട്ട് ഹാർഡായിട്ട് ഒരു വേറൊരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണോ അതോ വിജിതയ്ക്ക് സ്വയമായിട്ട് വിജിതയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണോ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്? അതും എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് ഇതൊന്നും പറയാൻ പറ്റില്ല. ചില സാഹചര്യത്തിൽ എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാറില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാറില്ല. ഇതൊക്കെ പഠിച്ചിട്ടും ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ ആ സാഹചര്യങ്ങളായിട്ട് പെരുമാറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവാറില്ല. അപ്പൊ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോ തോന്നും, ഓ എന്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, എന്റെ ചൈൽഡ്ഹുഡിലായിട്ടുള്ള റിജക്ഷൻസ്, ഇൻസൾട്ടുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അസാൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് എന്നെ ഇപ്പൊ ഇത്തരത്തിൽ എന്നെ ബിഹേവ് ചെയ്യാൻ ഇതാക്കുന്നത് പിന്നീട് മനസ്സിലാവും. പക്ഷെ ദാറ്റ് മൊമെന്റ് എനിക്കത് എന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ എന്റെ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരിരുന്ന് കഴിഞ്ഞ് വർത്തമാനം പറയുമ്പോ അവര് പറയുന്ന കാര്യങ്ങളെ വെച്ച് അനലൈസ് ചെയ്തിട്ട് മാക്സിമം എനിക്കത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ചിലപ്പോ അവര് പോയി കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഇങ്ങനെയും കൂടെ ചോദിക്കായിരുന്നു അല്ലേ, ഇതും കൂടെ ഉണ്ടോന്ന് ഒരു സംശയമുണ്ട്, ഇത് എന്റെ ഒരു മിസ്സിങ് ആയിപ്പോയി, ഞാൻ ഇങ്ങനെ ചോദിക്കാത്തത് എന്റെ ഒരു സ്കില്ല് കുറവുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നീട് വരുമ്പോ അത് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രൊഫഷണലി നമ്മൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയി എന്ന് പറയുമ്പോഴും ചില സമയത്ത് ചില കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ഒന്നും എനിക്ക് സംശയമുണ്ടോ ഒന്ന് വരൂട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു ഹാർഡസ്റ്റ് തിങ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതോടുകൂടി നമ്മുടെ എപ്പിസോഡ് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഇത് ഞങ്ങൾ കോളേജസിന്റെ അടുത്ത് മാത്രം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളതല്ല. ഞങ്ങളുടെ അടുത്ത് വിജിക്ക് പിന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. എനിക്ക് അതിൽ എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ അറിയാൻ താല്പര്യം. ഇത് കഴിഞ്ഞതും നമ്മൾ ഇതെല്ലാം വിജയെ കൊണ്ട് ഓപ്പൺ ചെയ്യും. ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ എന്നാ വല്ലതും കൊടുക്കാൻ പറ്റുന്നതാണ്. If you could mute one emotion for a day, which one it be? എന്തായിരിക്കും? ആങ്കർ.
സിബിട്ട് അടച്ചേക്കണം. എനിക്ക് ആങ്സൈറ്റി. വിജിക്ക് എന്തായിരിക്കും? എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആങ്കർ ഒന്നും അത്ര കാര്യമായിട്ടില്ല. സങ്കടം വരും ചിലപ്പോ, അതായിരിക്കും. ആങ്കർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആയിരുന്നു കേട്ടോ, ഇപ്പൊക്കെ മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു. The simplest thing someone can do to you instantly feel better. എനിക്ക് ഞാൻ പറയാം, ഫ്രണ്ട് മീറ്റിംഗ് Friends. ഗോപു അല്ലെങ്കിൽ സിന്ധു അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ജയന്തി ഉണ്ട്. അപ്പം ഇവരാരെങ്കിലും കണ്ടാൽ എനിക്ക് ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്സാ. ജയന്തി ഡോക്ടർ എനിക്ക് ആക്ച്വലി സ്മൈൽ, ഒരു നല്ല സ്മൈൽ. ഇപ്പൊ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വരെ എത്തുന്നതിന്റെ മുമ്പേയും ഒരു സംബഡി ലുക്സ് അറ്റ് മീ ആൻഡ് ഒരു നല്ല സ്മൈല് തന്നായിരിക്കാൻ മേക്ക് മീ ഹാപ്പി. ഹാപ്പി. അപ്പം വിജിക്കോ? എനിക്ക് അങ്ങനെ പറഞ്ഞില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. സിംപ്ലസ്റ്റ് തിങ്, എല്ലാം സിമ്പിൾ ആയിട്ടാണ്. നമുക്ക് ചിരിക്കാം, ഉം. ഒന്ന് വന്ന് തലയാട്ടാം. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രോവേർട്ട് ആണെന്ന്. എനിക്ക് അങ്ങനെ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യണം എന്നൊന്നുമില്ല. എന്റെ ഭർത്താവും കുട്ടികളും ചെയ്യണം. ബാക്കി ആരും എന്നെ നോക്കിയില്ല, പറഞ്ഞില്ല. ആർക്കും ഫുഡില്ല. പൊതുവേ ഞാൻ പരിചയമുള്ളവരെ കണ്ടാൽ തന്നെ വഴിമാറി പോകുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇല്ല. പക്ഷെ ഒരു ചിരി, ഒരു നോട്ടം, ഏറ്റവും പരിചയമുള്ളവർ വന്നൊന്ന് പിടിച്ച് അതന്നെ ഞാനും പറഞ്ഞെ. ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അവരോട് ഞാൻ വളരെ ഇങ്ങനെ ക്ലോസ് സർക്കിൾ ആണെങ്കിൽ ചിലപ്പോ ചോദിക്കും. ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വഴിമാറിപ്പോകും. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് വാട്ട്സ് യുവർ ഇൻസ്റ്റന്റ് തെറപ്പി, മ്യൂസിക്, മീംസ് ഓർ മീ ടൈം? എന്നെ സംബന്ധിച്ച് മ്യൂസിക്കും മീ ടൈമും. മീംസ് അല്ല. എനിക്ക് എനിക്ക് മ്യൂസിക്കും മീ ടൈം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്പെട്ട പാട്ട് ഇടുക, അല്ലാതെ വേറെ വരുന്ന പാട്ടുകളല്ല. അപ്പത്തേക്കിനും പിള്ളേര് വരും, മമ്മ മമ്മ പ്ലേ അവർ പ്ലേലിസ്റ്റ് മമ്മ, അതെനിക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പൊ എന്തായാലും അടിപൊളിയായി. ക്വസ്റ്റ്യൻസ് നന്നായി, ചോദ്യങ്ങൾ നന്നായി. സെഷന് ഭയങ്കര നന്നായി വിജി. ഞങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടി. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ വീഡിയോസ് കാണുന്നവർക്കും കുറേ ടേക്ക് അവേസ് ഉണ്ട് എന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് വൺ ഡേ വിത്ത് അസ്. സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് വിജി പറഞ്ഞു തന്നു ഹൗ ടു കൗണ്ട് ആ ബ്ലെസ്സിങ്സ്. അതെ, കൂടെയുള്ള സാധനങ്ങൾ, ആൾക്കാരെയും നമ്മുടെ ചുറ്റുവട്ടത്തിനെയും ഒക്കെ എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന്, അല്ലെ? എന്നിട്ട് പറ്റുന്ന പോലെ സിമ്പിൾ ആയിട്ട് ലൈഫ് ബ്യൂട്ടിഫുൾ ആയി ലീഡ് ചെയ്യാൻ വിജിയാണ് ഞങ്ങളുടെ കൂടെ നിന്നുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്. അതെ, അതെ. ഇത് ഞങ്ങൾക്ക് കുറേ ഹാപ്പിനെസ് തന്ന ഒരു ദിവസമാണ്. ഞങ്ങളുടെ മുഖത്തൊന്നും കാണാനില്ലേ? തീർച്ചയായും ക്ഷീണമൊന്നുമില്ല. അല്ല, ഇതില് കൂട്ടിച്ചേർക്കേണ്ടത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഡെഫിനറ്റ് ആയിട്ട്. താങ്ക് യു ഫോർ ദാറ്റ്. Thank you. Watching Echoes of Her with Ren and Go.